അങ്ങനെ നമ്മൾ ലോങ്കേവാല വാർ മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. മൂത്രപ്പുര എവിടെയാണ്? ഞാൻ മൂത്രച്ചിട്ടായിരുന്നു. അപ്പൊ ഞാനാരായി ഇവർ വന്നപ്പോ മുതലേ പറഞ്ഞോണ്ടിരിക്കുകയാണ് ബോർഡർ സിനിമയുടെ സീനുകളും ഇത്രയും ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലത്ത് വന്നിട്ട് ജാനുമയ്ക്ക് പറയാനുള്ള എന്താണ്? ഇത് ഫുൾ ബാറ്റിൽ ഫീൽഡ് ആണ് കാണിച്ചേക്കുന്നത്. 1971 വാറിൽ ഒരു ബോംബ് വീണായിരുന്നു. ഗോമാമി പേടിച്ചിരിക്കുക. മിസൈൽ കണ്ടാ മാറി കിടക്കാന്ന് വിചാരിച്ചിട്ടല്ലേ നീ ചോദിക്കണേ? പറഞ്ഞാൽ കുറച്ച് രോമാഞ്ച പുളകിതയായി പോയി എന്നൊക്കെ പറയാം. അപ്പുറത്ത് പാകിസ്ഥാൻ, ഇപ്പുറത്ത് ഇന്ത്യ. ഈ കാണുന്ന പാകിസ്ഥാന്റെ ഫ്ലാഗാണ്. അവന്മാർക്ക് ലഞ്ച് വേണം. അത്ര ലഞ്ച് അവന്മാർക്ക് ലഞ്ച് വേണം പോലെ. ഡിന്നർ ഇപ്പൊ വീട്ടിൽ ഉണ്ടാക്കി തരാം. അതൊരു വലിയ കഥയാണ് ഗൈസ്, പറഞ്ഞുതരാം. ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ടു അവർ ജയ്സൽമേർ വ്ളോഗ്. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി, ഇത് സുബിൻ, അത് ജാനകി. ആൻഡ് വെൽക്കം ടു ഇനി എങ്ങോട്ടാ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വ്ളോഗിൽ നിങ്ങൾ കണ്ടാണ് നമ്മൾ ഡെസേർട്ട് ക്യാമ്പിംഗ് ഒക്കെ ചെയ്ത് ഈ ബ്യൂട്ടിഫുൾ ടെൻറ്റ് സ്റ്റേയിലായിരുന്നു താമസം. ഗുഡ് മോർണിംഗ് ഉണ്ണിയമ്മ. ഗുഡ് മോർണിംഗ്. നമ്മളിതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇവിടെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലോ ഇവിടെ. രാവിലെ നല്ല തണുപ്പുണ്ട്, ജാക്കറ്റും ഇതുമൊക്കെ ഇട്ട് സെറ്റപ്പിലിരിക്കുകയാണ്. നമ്മളിതാ ഇവിടെ ഒരു കോഫി, നമുക്കിങ്ങനെ ഒരു നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയ ഇവിടെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ നമ്മുടെ പ്ലാൻസ് എന്തുവാ? നമുക്ക് ഒറ്റ ദിവസമേ ഉള്ളൂ, നമുക്ക് ടൈം ഭയങ്കര കുറവാണ്. പക്ഷെ ഇവിടുന്ന് തന്നെ ഈ ലോങ്കേവാല പോകാൻ തന്നെ 123 കിലോമീറ്റർ, 110 കിലോമീറ്റർ അങ്ങനെ എന്തോ. ഇത് ബോർഡർ ആണല്ലേ? ബോർഡർ എന്തോ അവിടെ ഉള്ളത്? ലോങ്കേവാല വാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1971 വാർ, ഇഫ് ഐ എം നോട്ട് റോങ്. 1971 വാറിൽ ഒരു ലോങ്കേവാലയിൽ പാകിസ്ഥാനി ആർമി ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ച് ആ സമയത്ത് വാറിൻ്റെ റിമെയിൻസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അവർ ആ ഒരു വാർ ഒരു മെമ്മോറിയൽ എന്നുള്ള രീതിയിൽ മറ്റേ മ്യൂസിയം പോലെ ഉണ്ട്. അന്നത്തെ പാകിസ്ഥാൻ്റെ വണ്ടി, ടാങ്ക്, നമ്മുടെ ഡാമേജ് ആയ വണ്ടി, എയർക്രാഫ്റ്റ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ബോർഡർ ഭയങ്കര അടുത്താണ്. അവിടുന്ന് പിന്നെ ഒരു 35 മിനിറ്റ് മാറി ഒരു തന്നോട്ട് മാതാ മന്ദിറുണ്ട്. 1971 വാറിലാണോ എന്ന് എനിക്കറിയില്ല. പാകിസ്ഥാനി ആർമിയോ എന്തോ, നമ്മുടെ പാകിസ്ഥാനി എയർഫോഴ്സ് ഒന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പം ആ തന്നോട്ട് മാതാ മന്ദിറിൽ ബോംബിങ് ഉണ്ടായി. പക്ഷെ ആ ബോംബ് ഇപ്പോഴും അവിടെ അതേപോലെ ഇരിപ്പുണ്ട്. അത് എക്സ്പ്ലോഡ് പൊട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ കുറെ ഭയങ്കര പോപ്പുലർ ആണ്. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അതും കൂടെ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ബാക്ക് ടു ജയ്സൽമേർ. അങ്ങനെ നമ്മൾ ലോങ്കേവാലയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ലോങ്കേവാല എത്തിയിരിക്കുകയാണ്. ഹലോ, ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ടു ഇനി എങ്ങോട്ടാ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ്. സോറി. ഹലോ, അങ്ങനെ നമ്മൾ ലോങ്കേവാല വാർ മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. മൂത്രപ്പുര എവിടെയാണ്? ഞാൻ മൂത്രച്ചിട്ടായിരുന്നു. അപ്പൊ ഞാനാരായി? അപ്പോൾ ഈ ലോങ്കേവാല വാർ മെമ്മോറിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ജയ്സൽമേർ വരെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുറച്ച് എക്സ്ട്രാ കിലോമീറ്റേഴ്സും കൂടി ട്രാവൽ ചെയ്ത് പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അതായത് നമ്മളൊരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ ഭയങ്കര പേട്രിയോട്ടിക് ഒരു ഫീലിംഗ് ഉണർത്തി വിടാൻ കഴിവുള്ള ഒരു സ്ഥലം തന്നെയാണ് അത്. നമ്മൾ ഭയങ്കര പ്രൗഡായിപ്പോവും അവിടെ. അതായത് 1971 വാറിൽ അതിൻ്റെ ഒരു മെമ്മോറിയലാണ്. അപ്പോൾ അന്ന് യൂസ് ചെയ്തിരുന്ന സാധനങ്ങളും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മ്യൂസിയം ഉണ്ട്. ബാറ്റിൽ ഗ്രൗണ്ട് പോലെ തന്നെ അവരൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഫിലിം കാണിക്കും അതിൻ്റെ. അപ്പം ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ്. പിന്നെ നിങ്ങൾ ബോർഡർ എന്ന് പറയുന്ന ഹിന്ദി ഫിലിം കണ്ടിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും. എൻ്റെയൊക്കെ ജനറേഷനിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും ആ ഫിലിം. അപ്പോൾ ആ ഫിലിം കണ്ട ആളുകൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗോപികയും അജീഷും ഒക്കെ ഈ ഫിലിം ഈ അടുത്തിടയ്ക്ക് പോലും ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്ത് കാണുന്നവരാണ്. അപ്പോൾ അവർ ഭയങ്കര രോമാഞ്ച പുളകിതരായിപ്പോയി അവർ. ഉണ്ണിയമ്മ, നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത്? ലോങ്കേവാല വാർ മ്യൂസിയം. അപ്പം അങ്ങനെ നമ്മൾ ലോങ്കേവാല വാർ മ്യൂസിയം എത്തിയിരിക്കുകയാണ്. ഇതാണ് സംഭവം. ഇവിടെ ഒരു മ്യൂസിയം പോലെയൊക്കെ എന്തോ സാധനങ്ങൾ കാണാനുണ്ട്. ഈ ലോങ്കേവാല വാർ മെമ്മോറിയൽ പല ഏരിയാസായിട്ട് പല ഭാഗങ്ങളുണ്ട്. അതിൻ്റെ
വാർ മ്യൂസിയം, ലോങ്കേവാല വാർ മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പേര് പോലെ തന്നെ ഒരു പ്രോപ്പർ മ്യൂസിയമാണ്. ആ വാറിൽ അവർ യൂസ് ചെയ്തിരുന്ന വെപ്പൺറി, എക്യുപ്മെൻറ്റ്, പിന്നെ ആ വാറിൻ്റെ ഇൻഫർമേഷൻ, അന്ന് ഫൈറ്റ് ചെയ്തവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ മ്യൂസിയം തന്നെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം അവർ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വാട്ടർ ബോട്ടിൽ, ലാൻറ്റേൺ, ലൈക്ക് കുട്ടി കുട്ടി സാധനങ്ങൾ, ഇതാ കോമ്പസ്, പിന്നെ വെപ്പൺ, പ്രോപ്പർ റൈഫിളും കാര്യങ്ങളും എല്ലാം വേറൊരു മുറിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആമ്യുനേഷൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാകിസ്ഥാനി സോൾജറിൻ്റെ ID കാർഡ്, അന്ന് ആ ബാറ്റിൽ ഫീൽഡിൽ നിന്ന് കിട്ടിയ ID കാർഡ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാ റേഡിയോ, അന്ന് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിരുന്ന റേഡിയോ, അവർക്ക് കിട്ടിയിട്ടുള്ള ലെറ്റർ, അങ്ങനെ ഇതാണ് ID ഞാൻ പറഞ്ഞത്. അതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ മ്യൂസിയം. നിങ്ങൾ ബോർഡർ കണ്ടിട്ട് ഇത് കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് ഇവരെല്ലാവരും അറിയാമല്ലേ? അല്ല, ഇവർ വന്നപ്പോൾ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബോർഡർ സിനിമയുടെ സീനുകളും. അതെ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന മൊത്തം ആളുകൾ ഒരുവിധം എല്ലാവരും ഇവർ എണ്ണി പറയുന്നു. ഗോപിമാമി രോമാഞ്ചത്തിലാണെന്ന്. ഗോപിമാമിക്ക് ക്യാരക്ടേഴ്സിനെ മനസ്സിലല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു ഏതൊക്കെയാണ്, ആരാണെന്ന്, എന്താണെന്ന്. ഞാനും സുബിനും ഒക്കെ വളരെ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നായിരുന്നു ബോർഡർ. പക്ഷേ ഈ ലോങ്കേവാല വിസിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒന്നുകൂടെ കണ്ടു. ആൻഡ് ഒരു ഫീലിംഗ് തന്നെ ആയിരുന്നു അത്. ഇത്രയും ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലത്ത് വന്നിട്ട് ജാനുവിക്ക് പറയാനുള്ള എന്താണ്? ഐക്യം വേണം. ഇത് ഫുൾ ബാറ്റിൽ ഫീൽഡാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ ടാങ്ക്സും ഫൈറ്റർ പ്ലെയിൻസും എല്ലാം ഉള്ള ബാറ്റിൽ ഫീൽഡ്. ഏതാ പടം കണ്ടിട്ടുണ്ട് ഒരു തവണയൊക്കെ കൊച്ചായിരുന്നപ്പം. അതുപോലെ തന്നെ ആൾക്കാരുടെ പോസ്റ്റ് അങ്ങനെ ഞങ്ങൾ ആ മേജർ മ്യൂസിയം പാർട്ട് കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് രോമാഞ്ച പുളകിതയായി പോയി എന്നൊക്കെ പറയാം അല്ലേ? അങ്ങനത്തെ ഒരു ഫീൽ, ഒരു ഹിസ്റ്റോറിക്കൽ, നമ്മുടെ ആർമിയെ ഇവരൊക്കെ കാരണമാണെന്നുള്ളൊരു, അതെ, ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്ന ഒരു സൈറ്റ്. എപ്പോഴും തോന്നേണ്ടതാണ് എങ്കിലും. നെക്സ്റ്റ് പാട്ടെന്ന് പറഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ചൊരു ഇൻഫോർമേറ്റീവ് മൂവി കാണിക്കുന്ന സ്ഥലമാണ്. അതിനവരൊരു ബങ്കർ പോലെ തന്നെ സെറ്റപ്പ് ചെയ്തൊരു സ്ഥലമായിരുന്നേ. ഇതൊക്കെ എങ്ങനെ മനസ്സിലായി ഇവിടെ മാഗി ഉണ്ടെന്ന്? ഗോപമാമി കഫേയുടെ പേരുണ്ടോ? ഗോപമാമിയുടെ ഡാഡയുടെ സ്വന്തം ബോർഡർ കഫേ. അവന്മാർക്ക് ലഞ്ച് വേണം, അത്ര ലഞ്ച്. അവന്മാർക്ക് ലഞ്ച് വേണം പോലെ. ഡിന്നർ ഇപ്പൊ വീട്ടിൽ ഉണ്ടാക്കി തരാം. അതൊരു വലിയ കഥയാണ് ഗൈസ്, പറഞ്ഞുതരാം. നമ്മൾ കണ്ട ഇൻഫർമേറ്റീവ് ഫിലിമിൽ പറഞ്ഞൊരു കാര്യമാണ്, പാകിസ്ഥാൻ ആർമി പ്ലാൻ ചെയ്തിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ലോങ്കേവാലയിലും ലഞ്ച് ജയ്സൽമേറിലും ഡിന്നർ ജോധ്പൂരിലും കഴിക്കാനാണെന്ന്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഇറക്കാൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ ആർമി അവരെ തീർത്ത് കളഞ്ഞു. എങ്ങനെയുണ്ട്? ഗോപമാമി എങ്ങനെ ഉണ്ടായിരുന്നു? CDS ഇനിയിപ്പോ പറ്റൂല. മാഗി 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 മാഗി. അകത്ത് ഓഡിയോ വിഷ്വൽ ഷോ കണ്ടോണ്ടിരുന്നപ്പോ മുതൽ മാഗി 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 എന്ന് വിളിക്കുകയായിരുന്നു. ഇതാർക്കാണ്? കൊള്ളാമോ? എനിക്കൊരു കാര്യം പറയാനുള്ളതാണ്, നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പം നമ്മൾ ഈ സ്ഥലത്ത് വന്നില്ല. ലോകയാത്ര പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ വരാൻ പറ്റില്ല. പക്ഷെ
വന്നില്ലാതെങ്കിൽ നഷ്ടമായി അല്ലേ? ടോട്ടലി വേറൊരു ഫീൽ തന്നെയാണ് ഇവിടെ. നമ്മൾ ബോർഡറിൻ്റെ അടുത്താണ്, പിന്നെ ഇങ്ങനെ ആർമിയുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ബങ്കറിൽ പോയി ബോർഡർ കഫേയിൽ ഇപ്പോൾ മാഗി അടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും മസ്ജിദ് ജയ്സൽമേർ വരെ വരുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊരു എക്സ്ട്രാ ഒരു 2 hours ട്രാവലാണ്. പക്ഷേ ഇത് വേർത്താണ്, ട്രാവലും വേർത്താണ് ഒരു എക്സ്പീരിയൻസ്. ഗോ ഫോർ ഇറ്റ്. അപ്പം നമ്മുടെ ഇൻഫോർമേറ്റീവ് മൂവിയും 3ാമത്തെ ഏരിയയായ കഫേയും എല്ലാം കഴിഞ്ഞ് നമ്മൾ 4ാമത്തെ ഏരിയയിലോട്ട് പോവാണ്. അത് ഒരു എന്താ പറയുക, ബാറ്റിൽ ഫീൽഡ് പോലെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്ത് നമ്മളൊരു മിനിയേച്ചർ കണ്ടു. ഇത് അതിൻ്റെ ഒരു വലിയ രൂപം. I only regret that I have but one life to lose for my country. ഇവരൊക്കെ മനസ്സ് സമ്മതിക്കണമല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന. ഇത് ആക്ച്വൽ ബാറ്റിൽ ഫീൽഡ് ആണോ അതിൻ്റെ ഒരു റീക്രിയേഷൻ ആണോ എന്നറിയില്ല. എന്നാലും അങ്ങനെ ഒരു സ്ഥലത്തൂടെ നമ്മളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടുത്തെ ഫൈനൽ പാർട്ട് ഈ സുവനിയർ ഷോപ്പ്. ഞങ്ങൾ അവിടെ നിന്ന് എന്തോ കുട്ടി സുവനിയറൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഗോപുമാമി തിലക്കം സിനിമയിലെ പോലെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ആയതല്ല. ഒരു കുഞ്ഞു കുട്ടിയുടെ കൂടെ കുറേ നേരം ഒരു റോഡ് ട്രിപ്പ് ചെയ്യുമ്പോൾ എല്ലാവർക്കും സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെ നമ്മളിത് തന്നോട്ട് മാതാ ടെമ്പിളിലെത്തി. ഇവിടുത്തെ ഒരു കഥയുണ്ട്. ഇവിടെ ഒരു 1971 വാറിൽ ഒരു ബോംബ് വീണായിരുന്നു പാകിസ്ഥാനിൽ. പക്ഷെ ഇതുവരെ പൊട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എവിടെയാണെന്ന് തോന്നുന്നു. ഗോമാമി ഇന്ന് പൊട്ടുവോ? ഗോമാമി പേടിച്ചിരിക്കുക. അന്ന് വീണ മിസൈല് ബോംബോ എന്തോ ഇതുവരെ പൊട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോമാമി പേടിച്ചിരിക്കുക. ഇന്നെങ്ങാനും അത് പൊട്ടിയാൽ എന്ത് ചെയ്യും? മിസൈല് കണ്ടാ മാറി കിടക്കാന്ന് വിചാരിച്ചിട്ടല്ലേ നീ ചോദിക്കണേ? അങ്ങനെയാണ് ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ 1971 മാത്രമല്ല 1965 ഒരു വാറിലും ഇവിടെ ഒരു 3000 ബോംബ്സ് ഫയർ ചെയ്തത് ഒന്നും പൊട്ടിയിട്ടില്ല ബോംബ്സ്. അപ്പോൾ അത് ഇതാ കണ്ട മാതാ കെ ചമത്കാർ ദ്വാര നാ ഫട്ടനെ വലെ ബം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. പേടിയല്ലേ ഗോപിക കേപ്പി? ചില്ലിനകത്തിരിക്കണ കണ്ടപ്പോൾ ഗോപമാമിക്ക് ഒരു ധൈര്യമുണ്ട് ഇതിനി പൊട്ടൂലായിരിക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ചുറ്റുവട്ടത്ത് ഒരു 450 ബോംബ് വീഴുന്ന ഒന്നും പൊട്ടിയില്ല. എപ്പോ ഏത് സമയത്ത്? അത് ഈ തന്നോട്ട് മാതയുടെ കൃപാകടാക്ഷം കൊണ്ടാണെന്നാണ് ഇവിടെ ഉള്ളവർ വിശ്വസിക്കുന്നത്. അതല്ലേ ഇത് ഐതിഹ്യം. അപ്പൊ അതാണ് ഇവിടുത്തെ ഐതിഹ്യം അല്ലേ? എന്തായാലും ഗോമാമി ഇന്ന് പൊട്ടിയിട്ടില്ല കേട്ടോ. അധികം നേരം നിന്ന് കറങ്ങണ്ട. അത് ഇപ്പോഴും ഒക്കെ സംശയമുണ്ട്. 1971 വാറിന് ശേഷം BSF ഈ ടെമ്പിൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്തു. ഈ കാണുന്ന വിക്ടറി ടവറൊക്കെ വെച്ചു. ഇപ്പോൾ ഇന്ത്യൻ മിലിറ്ററിയുടെ ഇനിഷ്യേറ്റീവായ ഭാരത് രണഭൂമി ദർശൻ്റെ ഒരു പാർട്ടാണ് ഈ ടെമ്പിളും ഈ മ്യൂസിയവും ഒക്കെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് നമ്മുടെ ബോർഡർ കാണാനാണ്, ഇൻഡോ പാക് ബോർഡർ. അങ്ങനെ നമ്മൾ ഇൻഡോ പാക് ബോർഡറിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഭാരത് മാതാക്കി. ജാനുമി ഇറങ്ങിപ്പോയി. ജാനുമി വണ്ടിയിലിരുന്ന് ഇറങ്ങിപ്പോയി. നല്ല വെയിലുള്ളതുകൊണ്ട് ജാനുമി ഇപ്പോൾ തോർത്തൊക്കെ ഇട്ട് മൂടിക്കൊണ്ടിരിക്കും. ഞാൻ ഉണ്ണിയോട് ചോദിച്ചു നമ്മൾ വേറെ വല്ല അങ്ങോട്ട് കടത്താനാണെന്ന് അവർ വിചാരിക്കുമോ, തോർത്തൊക്കെ ഇട്ട് മൂടിക്കൊണ്ടുവന്നിരിക്കുന്നതാണ്. എന്തായാലും വെൽക്കം ടു ഇൻഡോ പാക് ബോർഡർ. ഇവിടെ സീറ്റ്സ് ഒക്കെ ഇട്ടിരുന്നു. മറ്റേ വാഗ ബോർഡറിലെ പോലെ വൈകുന്നേരങ്ങളിൽ വന്ന ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം നമ്മൾ നട്ടപ്പുറ വെയിലത്ത് വന്നുകൊണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ പോയിന്റിന് ശേഷം റെക്കോർഡിംഗ് ഒന്നും അലൗഡ് അല്ലായിരുന്നു. ഒന്നുമില്ല, നമ്മൾ ഈ റോഡ് അങ്ങ് അറ്റം ചെല്ലുമ്പോൾ ആ ബോർഡറിൻ്റെ അടുത്ത് നിൽക്കാം. ഒരുപാട് അങ്ങ് അടുത്തോട്ടൊന്നും വിടില്ല. അവിടെ ഒരു ജസ്റ്റ് കാണാം. അതുപോലെ ഇപ്പോൾ കാണുന്നത് ആ ഒരു പടി കയറി പോകുന്ന പോലത്തെ സ്ഥലം കണ്ടോ, അവിടെ ഒരു ടവർ ഉണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ ഇങ്ങനെ സീറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വല്ല ഷോയും നടക്കാറുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ചെന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇതാ ആ പടി പോലെ കാണുന്നില്ല, ആ ടവറിൻ്റെ മുകളിൽ കയറി ഒരു വ്യൂ കിട്ടും അവിടെ നിന്ന്. ഇതാ ഈ കാണുന്ന ഇത് പാകിസ്ഥാൻ്റെ ഫ്ലാഗ് കാണാം, ബോർഡർ കാണാം. ഇത്രയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഈ കാണുന്ന പാകിസ്ഥാൻ്റെ ഫ്ലാഗാണ്. ഏതാ
ഞങ്ങൾ ആ നിന്ന സ്ഥലത്ത് നിന്ന് ഗൂഗിൾ മാപ്പ് തുറന്നപ്പോൾ നമ്മൾ കണ്ട ഇമേജ് ഇതാണ്. ഞങ്ങൾ ഇത്ര ക്ലോസ് ആയിരുന്നു ബോർഡറിന്. അത് ഇപ്പോൾ ആലോചിക്കുമ്പോഴും അന്ന് കണ്ടപ്പോഴും ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്ന ഒരു മൊമെൻ്റാണത്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ഫീലിംഗ് തന്നു, അതിനിപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാറിയില്ല. പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്ന ചില പ്രഷ്യസ് മൊമെൻറ്റ്സിലൊന്നായിരുന്നു ഇത്. ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് ഇത് ബോർഡർ കാണുക, മാപ്പിൽ ഇത്രയും പാകിസ്ഥാൻ്റെ അടുത്താണ്, നമ്മൾ ആ വരയിൽ പോയി നിൽക്കുകയാണെന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. നമ്മൾ തന്നോട്ട് മാത ലോങ്കേവാല എന്നൊക്കെ തിരിച്ച് ജയ്സൽമേർ പോകുന്ന വഴിക്ക് വന്നിരിക്കുകയാണ് ബഡാ ബാഗ്. ഇവിടെയാണ് മറ്റേ തുള്ളിമഴക്കാറ്റ് തുള്ളിമഴക്കാറ്റ് ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യണം. വീഴും ജാനാ. ഇവിടെ കറക്റ്റ് ആ സൺസെറ്റ് ടൈമിൽ എത്തിയോണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അടിപൊളി. ഓക്കെ. അപ്പോൾ ഞങ്ങൾ അന്ന് നൈറ്റ് സ്റ്റേക്ക് വേണ്ടി ഹെറിറ്റേജ് ഹൗസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് നമ്മുടെ ഹെറിറ്റേജ് ഹൗസ്, നമ്മൾ രണ്ടാമത് താമസിക്കുന്ന പ്രോപ്പർട്ടിയിലെ റൂം. കൊള്ളാം, നല്ലൊരു ഹവേലി സെറ്റപ്പ് പോലുണ്ട്. ഒരു വലിയ ബാത്റൂമൊക്കെ ആയിട്ട്. ആ ജാനു വാ. നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. നിങ്ങൾ ജയ്സൽമേർ സിറ്റിയിൽ എപ്പോഴെങ്കിലും ഒരു റൂം നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലമായിരുന്നു. ഒരു ഹവേലി പോലെ, ഒരു ഹവേലി തന്നെ ആയിരുന്നിരിക്കണം. നല്ലതായിട്ട് ഇതേ കണ്ടോ, കുറേ ഡെക്കറേഷനും രാജസ്ഥാനി ഫീലൊക്കെ വരുത്തി ചെയ്ത നല്ലൊരു സ്ഥലം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് നൈറ്റ് ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കും, കിടക്കും, അത്രേ ചെയ്തുള്ളൂ. ജാനം, നമ്മൾ എവിടെ പോകുന്നു? അങ്ങനെ ഞങ്ങൾ പാപ്പം കഴിച്ചു, കിടന്നുറങ്ങി. ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ ജയ്സൽമേർ ഫോർട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ജോധ്പൂരോട്ട് പോവും. അപ്പോൾ സീ യു ഓൺ ദാറ്റ് വ്ളോഗ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വൺ. ബൈ. കൈ പിടിക്കണം.